ഗ്രീക്ക് മിത്തോളജിയിലെ സൗന്ദര്യ ദേവതയായിരുന്നു മെഡ്യൂസ. അവളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യം എല്ലാവരെയും ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. പലരും അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി. എന്നാൽ തന്റെ കളിക്കൂട്ടുകാരനോട് മാത്രമായിരുന്നു അവൾക്ക് ഏറെ പ്രിയം. പക്ഷേ പ്രണയത്തിൽ മാത്രം അർപ്പിക്കേണ്ട ജീവിതമല്ല തന്റേതെന്ന് അവൾക്കറിയാം. തന്റെ ലക്ഷ്യമായ അധീന ദേവതയുടെ ഡിവോട്ടി ആവാനുള്ള ആഗ്രഹമായിരുന്നു അവളുടെ മനസ്സിൽ. അവൾ ആ ആഗ്രഹത്തെ ഉറപ്പിച്ചു. തന്റെ സുഹൃത്തിനോട് വേർപിരിയാൻ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവനെ വേദനയോടുകൂടി അവൾ ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ കൊടുങ്കാടിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന അധീന ദേവതയുടെ ക്ഷേത്രത്തിലേക്കായിരുന്നു അവളുടെ യാത്ര. തുടർന്ന് തന്റെ എല്ലാ ഇംഗിതവും അധീനയോട് അറിയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അധീന എന്ന ദേവത കന്യകയായിരുന്നു. തന്റെ പൂജാരിയായി വരുന്നവൾ കന്യകയായിരിക്കണമെന്നും ഒരു തരത്തിലും മറ്റുള്ള പുരുഷന്മാരോട് യാതൊരുവിധ ഇടപാടുകളും നടത്തരുതെന്നും മെഡ്യൂസയെ അധീന ധരിപ്പിച്ചു. തന്റെ ക്ഷേത്രത്തിൽ അധീനാദേവി മെഡ്യൂസയെ നിയമിച്ചു. ക്ഷേത്രത്തിൽ നിയമിതയായ ശേഷം മെഡ്യൂസ എല്ലാ അർത്ഥത്തിലും ഒരു നല്ല പൂജാരിണി ആവാനുള്ള ശ്രമത്തിലായിരുന്നു. അവൾ തന്റെ എല്ലാ ലൗകിക തൃഷ്ണകളെയും ഉപേക്ഷിച്ച് ആ ക്ഷേത്രത്തിലെ എല്ലാ പൂജാവിധികളും സസൂക്ഷ്മം പഠിച്ചെടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അധീന ദേവതയുടെ ക്ഷേത്രത്തിലേക്കുള്ള ജനങ്ങളുടെ വരവ് വർദ്ധിച്ചു. പക്ഷേ വരവിന്റെ ഉദ്ദേശം അധീന ദേവിയോടുള്ള ഭക്തി കൊണ്ടായിരുന്നില്ല, മറിച്ച് മെഡ്യൂസയെ ഒന്ന് കാണണം. ആ കൊതി കൊണ്ട് മാത്രം ജനങ്ങൾ അവിടേക്ക് ആർത്തലച്ച് വന്നുകൊണ്ടിരുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്റെ ക്ഷേത്രത്തിലേക്കുള്ള ജനപ്രവാഹം കണ്ട് അധീനാദേവി അമ്പരന്നു. പിന്നീട് വളരെയധികം സന്തോഷിച്ചു. പക്ഷേ അത് തന്നെ കാണാനല്ലെന്നും മറിച്ച് മെഡ്യൂസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആൾക്കാർ ഇപ്രകാരം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള വാർത്ത അധീനാദേവിയെ ക്ഷുഭിതയാക്കി. ദിനം പ്രതി അവളോടുള്ള വൈരാഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ സമുദ്രങ്ങളുടെ ദേവനായ പോസിഡോൺ അവിചാരിതമായി മെഡ്യൂസയെ കാണാനിടയായി. കണ്ട മാത്രയിൽ അയാളിൽ അവളോടുള്ള അടങ്ങാത്ത ആഗ്രഹം പ്രകടമായി. പലവട്ടം തന്റെ പ്രണയം അവളെ അറിയിച്ചെങ്കിലും മെഡ്യൂസ തന്റെ ജീവിതാഭിലാഷം അയാളെ അറിയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പോസിഡോണിന് അവളോടുള്ള തന്റെ അഭിനിവേശത്തെ അടക്കാൻ കഴിഞ്ഞില്ല. അയാൾ അടുത്ത ദിവസം തന്നെ രണ്ടും കൽപ്പിച്ച് അധീനാദേവിയുടെ ക്ഷേത്രത്തിലെത്തി. അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന മെഡ്യൂസയെ പ്രണയപൂർവ്വം നോക്കി നിന്നു. പാവം മെഡ്യൂസ, അവൾ ഞെട്ടിപ്പോയി. പലവട്ടം അയാൾക്ക് താക്കീത് നൽകിയെങ്കിലും മടങ്ങിപ്പോവാത്ത അയാൾ ബലമായി അവളെ പ്രാപിക്കാൻ തുടങ്ങി. അവൾ രക്ഷപ്പെട്ട് കുതറി ഓടിയപ്പോൾ തന്റെ ബലിഷ്ഠമായ കൈകളിൽ അവളെ വരിഞ്ഞു മുറുക്കി ക്ഷേത്രത്തിനകത്ത് അധീനാദേവിയുടെ പ്രതിമയ്ക്ക് അടുത്തു വെച്ച് തന്നെ അയാൾ അവളെ തന്റെ ഇംഗീതത്തിന് വശംവദയാക്കി. പാവം മെഡ്യൂസ, അവൾ തകർന്ന് തരിപ്പണമായി. പക്ഷേ അപ്പോഴും അവൾ അധീനാദേവിയെ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അധീന അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അവൾക്ക് മുന്നിൽ കൺ തുറന്നില്ല. കുറച്ചു കഴിഞ്ഞ് സംതൃപ്തനായ പോസിഡോൺ തിരിച്ചുപോയി. അപ്പോൾ കുപിതയായ അധീനാദേവി പ്രത്യക്ഷപ്പെട്ടു. കന്യകാത്വം നഷ്ടപ്പെട്ട മെഡ്യൂസയെ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ ചെവി കൊടുക്കാതെ ശപിക്കാൻ തുടങ്ങി. നീ ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തി. അതിനാൽ പുരുഷവർഗത്തെ പ്രലോഭിപ്പിക്കുന്ന നിന്റെ സൗന്ദര്യം നശിച്ചു പോകട്ടെ. നീ ഇന്നു മുതൽ ഒരു രാക്ഷസിയായി തീരട്ടെ. നിന്റെ ഭംഗിയുള്ള മുടിച്ചുരുളുകൾ ഇനി പാമ്പിൻ കൂട്ടങ്ങളാകട്ടെ. നിന്റെ തേജസുറ്റ കണ്ണുകൾ ആർക്കു നേരെ തിരിയുന്നുവോ അവർ പ്രതിമകളാവട്ടെ. അതെ, അതുതന്നെ സംഭവിച്ചു. മെഡ്യൂസ തീ പാറുന്ന കണ്ണുകളുള്ള, തലയിൽ മുടിക്കു പകരം പാമ്പുകളുള്ള, ശരീരം മുഴുവനും പാമ്പിന്റെ ശൽക്കങ്ങളുള്ള അതിഭയങ്കരിയായ ഒരു രാക്ഷസിയായി മാറി. തന്റെ സ്വന്തം രൂപം കണ്ട് അവൾ തന്നെ ഭയന്നു വിറച്ചു. പിന്നെ